ലൈവ് ന്യൂസ് പുതുക്കാട്. കാട്ടിൽ പോയിട്ടാണ് ഓരോ ജോലി ചെയ്യുന്നത്. കാട്ടുപോത്തുണ്ട്, പുലിയുണ്ട്, ചന്നായുണ്ട്, ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ടാണ് ഞങ്ങൾ ജോലി ചെയ്യണേ. അത്രേ കഷ്ടപ്പെട്ട്. എന്നിട്ട് ഇവർക്ക് ഇപ്പൊ കാശില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവണ്? അതുപോലെ കുട്ടികൾ പഠിക്കാൻ പോകുന്നവരും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ പൈസ കിട്ടാണ്ട് ആൾക്കാർ ആത്മഹത്യ വരെ ചെയ്യാൻ നിൽക്കുന്നുണ്ട്. കടകളിൽ നിന്നാണെങ്കിൽ സാധനങ്ങൾ കടങ്ങൾ കൊടുക്കണില്ല. എന്തായാലും 25,000 30,000 ഒക്കെയാണ് കൊടുക്കാൻ. കൈ മുറിഞ്ഞതിന് കാശ് കിട്ടണം. TB ഇതുണ്ട്, അതിൻ്റെ മരുന്ന് മേടിക്കാൻ പോകണമെങ്കിൽ കയ്യിൽ കാശില്ല. ബസ് വലിക്ക് കാശ് കിട്ടണമെങ്കിൽ ഒരു 40 രൂപ വേണം പൗണ്ടിൻ്റെ അവിടെ പോകണമെങ്കിൽ. അതുവരെ മേടിക്കാൻ പോകാൻ ബസ് വലിക്ക് അവരെ കാശില്ലാണ്ടാണ് ഞാൻ നിൽക്കുന്നത്. നാളെ പെരുന്നാളാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളാണ്. അത് കഴിഞ്ഞാൽ വിഷു കടന്നു വരുന്നു. അതിൻ്റെ തൊട്ട് മുമ്പ് ഈസ്റ്റർ കഴിഞ്ഞു പോയി. ഈ ആഘോഷങ്ങളൊക്കെ തന്നെയും സ്വന്തം കുടുംബമായി അല്ലെങ്കിൽ ഏറ്റവും പ്രതീക്ഷയോട് നിൽക്കുന്ന അവരുടെ മക്കളുമായി അത് ആഘോഷിക്കാൻ പോലും അവർക്ക് അവസരം ലഭിക്കാത്ത ലൈവ് ന്യൂസ് പുതുക്കാട്. ഞങ്ങൾക്ക് 6 മാസമായി പൈസ കിട്ടിയിട്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു 10,000 രൂപ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അവരുടെ പൈസ 19 പണീൻ്റെ പൈസ. ബാക്കിയുള്ളവർക്ക് 500 രൂപ വരെ ഇവിടെ ഓരോ പണീൻ്റെ പൈസ വരെ വന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ എന്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറേ നാളായി ഇവിടെ വന്ന് 10-15 ദിവസമായി ഇരിക്കൽ തുടങ്ങിയിട്ട്. ഞങ്ങൾ ഒറ്റാൾ വോട്ടിന് പോവില്ല. എന്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ പൈസ കിട്ടാണ്ട് ഞങ്ങൾ വോട്ടിന് പോവില്ല. പിന്നെ ഞങ്ങൾ ഒരു മുദ്രാവാക്യം വിളിക്കുക വേറെയുള്ളത് ഓരോ ശല്യം ചെയ്യുന്നതൊന്നും ഞങ്ങൾ ചെയ്യാറില്ല ഇവിടെ. ഞങ്ങളുടെ പൈസ കിട്ടണമെന്ന് മാത്രം ഉള്ള ഇതിലാണ് ഞങ്ങളിവിടെ വന്ന് കുത്തിയിരുന്ന് കണ്ട് ചെയ്യുന്നത്. ഞങ്ങൾ ഈ നോമ്പ് നോട്ട് ഈ റമളാൻ മാസം കാലത്ത് ഇവിടെ വന്ന് കുത്തിരിക്കുകയാണ്. ഞങ്ങൾ 15 ദിവസമായി ഞങ്ങൾ വന്ന് കുത്തിരിക്കൽ തുടങ്ങിയിട്ട്. പെരുന്നാളായിട്ട് ഞങ്ങൾക്ക് എന്താ കുട്ടികളൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ 2 ആൾ മാത്രമേ ഉള്ളൂ. അത് കാരണം ഈ കുട്ടികളുള്ള ആൾക്കാർക്കാണ് ഈ ബുദ്ധിമുട്ട്. 2 ആൾ ഈ തോട്ടത്തിൽ വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് 2 ആൾക്കും പൈസ കിട്ടാണ്ടായി അവർക്ക് ബുദ്ധിമുട്ടല്ലേ. അതുപോലെ കുട്ടികൾ പഠിക്കാൻ പോകുന്നവരും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ പൈസ കിട്ടാണ്ട് ആൾക്കാർ ആത്മഹത്യ വരെ ചെയ്യാൻ നിൽക്കുന്നുണ്ട്. കടകളിൽ നിന്നാണെങ്കിൽ സാധനങ്ങൾ കടങ്ങൾ കൊടുക്കണില്ല. എന്തായാലും 25,000 30,000 ഒക്കെയാണ് കൊടുക്കാൻ കിട്ടണ്ടേ. ഈ പെരുന്നാളായിട്ട് എന്താ ചെയ്യുക? ഇറച്ചി മേടിക്കുക, കുട്ടികൾക്ക് ഡ്രസ്സ് മേടിക്കുക, സാധനങ്ങൾ മേടിക്കുക, എന്തൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്ന് കുത്തിയിരുന്ന് പറയുന്നത്. ഞങ്ങളിവിടെ വർഷങ്ങളായി ജോലി ചെയ്യണേ. കാശൊക്കെ കറക്റ്റായിട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അവർ അങ്ങനെ കാശ് തരുന്നില്ല ഞങ്ങൾക്ക്. മാർച്ച് അവസാനം തീർക്കുന്നും പറഞ്ഞ് ഞങ്ങൾ അത്രേ വരെ കാത്തിരുന്നു. പക്ഷേ മാർച്ച് അവസാനമായപ്പോഴും കിട്ടാണ്ടായപ്പോഴാണ് ഞങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കി തുടങ്ങിയത്. ഇന്നൊക്കെ 9 ദിവസമായി. അപ്പോൾ ഇതുവരെ അവർ ഇന്നിട്ട് തരാമെന്ന് പറഞ്ഞതാണ് പെരുന്നാളായിട്ട് ചൊവ്വാഴ്ച. പക്ഷെ ഇന്ന് പറയുന്നത് അടുത്ത വെള്ളിയാഴ്ച. അപ്പം ഞങ്ങൾക്ക് പെരുന്നാളൊക്കെ ഇല്ലേ വീട്ടിൽ പല കാര്യങ്ങളും ഞങ്ങൾ അവിടുന്ന് ഇവിടുന്ന് കിണത്തിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ട് അങ്ങനെ ഇങ്ങനെയും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് അവിടുന്ന് ഇവിടുന്നൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ അടയ്ക്കുന്നത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ വീണ്ടും പിറ്റത്തെ ആഴ്ചയും കാശ് വരുന്നില്ല. അതുപോലെ ഞങ്ങൾ ഈ കാട്ടിൽ പോയിട്ടാണ് ഓരോ ജോലി ചെയ്യുന്നത്. കാട്ടുപോത്തുണ്ട്, പുലിയുണ്ട്, ചന്നായുണ്ട്, ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ടാണ് ഞങ്ങൾ ജോലി ചെയ്യണേ. അത്രേ കഷ്ടപ്പെട്ട്. എന്നിട്ട് ഇവർക്ക് ഇപ്പോൾ കാശില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവണ്? സ്ഥിരംകാർക്കൊക്കെ അവർ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള തീരുമാനമില്ല. കാശ് ഫുള്ളും കിട്ടിയിട്ടാണ്. അല്ലെങ്കിൽ അവർ പറയണം 2 ആഴ്ചൻ്റെ ഉള്ളിൽ 3 ആഴ്ചൻ്റെ ഉള്ളിൽ കാശ് തരാമെന്ന്. അതങ്ങനെ അവർ പറയണില്ല. കുറച്ച് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഈ ആഴ്ച വന്നത് കഴിഞ്ഞ ആഴ്ച വന്നത് 2,500 രൂപ വന്നത്. അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല. എനിക്ക് പണിയെടുക്കാൻ പറ്റില്ല. ഞാൻ പട്ടിണിയാണ്. കൈയൊക്കെ മുറിഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത് കമ്പിയൊക്കെ ഇട്ട് കൈ മുറിഞ്ഞതിന് കാശ് കിട്ടണം. 16,000 രൂപയായി ശാന്തിയില് കൊടകര. അവസരത്തിൽ പണിക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. ഞാൻ ആങ്ങളെ വീട്ടിലാണ് ജീവിക്കുന്നത്. ആങ്ങളെ നോക്കുന്നത്. ഇനിയിപ്പോൾ ഈ കൈ കൊണ്ട് ഇപ്പോൾ പണിയെടുക്കാൻ ഇപ്പോൾ പറ്റില്ല. വീട്ടിലേക്ക് വരാൻ പറ്റില്ല. അവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയാണ്. ഞങ്ങളുടെ ഈ തൊഴിലാളികളിൽ 1 കിലോ അരി മേടിക്കാൻ എത്തിയതെല്ലാണ് ഞങ്ങളിവിടെ വരുന്നതും പണിക്ക് പോരുന്നതും പോണതും. അത് പൈസ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്ക്. ഇത് കടയിൽ 20,000 30,000 ഒക്കെ കൊടുക്കാൻ കിടക്കുകയാണ്. 2 പച്ചക്കറി മേടിക്കുന്നിടത്ത് ഒരു ഐറ്റം, പലചരക്ക് സാധനങ്ങൾ മേടിക്കുന്ന ലാസ്റ്റ് അവർ തരാണ്ടായി. ഞങ്ങൾക്ക് കത്തിയെന്നല്ലാണ്ട് പിന്നെ എനിക്കൊക്കെ ഒരു മാർഗ്ഗമില്ലാത്തവനാണ്. ഇപ്പോൾ പണി കിട്ടിയ ആ കാശുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നടക്കുള്ളൂ. 1 കിലോ അരിയെങ്കിലും മേടിക്കണേ. പട്ടിണി അടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ എന്നെപ്പോലുള്ള സുഖമില്ലാത്തവരായാലും മറ്റുള്ള കുടുംബങ്ങളിൽ വിദ്യാഭ്യാസത്തിന് പോകുന്ന കുട്ടികൾ അവർക്കൊക്കെ നല്ല പൈസ ചിലവുണ്ട്. ഒരാൾ പോയിട്ട് വന്നിട്ട് വേണം ഈ കാര്യങ്ങൾ നടത്തണമെങ്കിൽ. അത് ആരും ചെയ്യില്ല. ഈ മാനേജ്മെൻറ്റ് അറിഞ്ഞ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഈ വന്നേക്കണ മാനേജർമാരാണ് ഇത് പൈസ ശരിക്കും തരാതെ നിൽക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ. അല്ലാതെ അവരറിഞ്ഞ് തന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ കുടുംബം പട്ടിണിയാവില്ല.
TBയുടെ ഇതുണ്ട്. അതിൻ്റെ മരുന്ന് മേടിക്കാൻ പോകണമെങ്കിൽ കയ്യിൽ കാശുമില്ല. ബസ് വലിക്ക് കാശ് കിട്ടണമെങ്കിൽ ഒരു 40 രൂപ വേണം പൗണ്ടിൻ്റെ അവിടെ പോകണമെങ്കിൽ. അതുവരെ മേടിക്കാൻ പോകാൻ ബസ് വലിക്ക് അവരെ കാശില്ലാണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ഏകദേശം 19ഓളം വരുന്ന താൽക്കാലിക ജോലിക്കാർ അവരുടെ 7-8 മാസത്തിലധികമായി അവരുടെ പൈസ കിട്ടിയിട്ട് കമ്പനി പൈസ കൊടുത്തിട്ട് എന്നുള്ള രീതിയിൽ അവരൊരു സമരം ഇവിടെ ചെയ്യുന്നുണ്ട്. 10-15 ദിവസത്തോളമായി ഈ 19ലധികം വരുന്ന സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള ആളുകൾ കമ്പനിയുടെ ഓഫീസിൽ വന്നിരിക്കുകയാണ്. കാരണം 8 മാസമായി കമ്പനിയെ വിശ്വസിച്ച് ജോലിക്ക് വന്ന ആളുകളാണ് അവർ. പല രീതിയിലുള്ള തൊഴിലുകൾ എടുത്ത് ആ 8 മാസമായിട്ട് കമ്പനി അവരുടെ പൈസ തീർത്ത് കൊടുക്കാത്തതിൻ്റെ പേരിൽ അവരുടെ ഇതിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന കുടുംബങ്ങളാണ്. പാടി റൂമിലും അതൊക്കെ തന്നെ ഈ കയറി കിടക്കാൻ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത ആളുകളടക്കമുണ്ട്. അവരുടെ കുട്ടികളുടെ പഠനം ആകട്ടെ അല്ലെങ്കിൽ അവരുടെ നിത്യ ചെലവുകളാകട്ടെ ഇത്രയധികം പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് 8 മാസക്കാലത്തോളം ഒക്കെ തന്നെയും ഈ കമ്പനിയെ വിശ്വസിച്ച് ഇവിടെ ജോലിക്ക് വന്ന ആളുകളുടെ അവരുടെ ശമ്പളം പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഗുരുതരമായ ഏറ്റവും വലിയ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അവരെ വിളിച്ച നിമിഷങ്ങളിൽ തന്നെ നമ്മളന്ന് ബന്ധപ്പെട്ട എസ്റ്റേറ്റ് മാനേജറോട് നമ്മൾ സംസാരിക്കുകയും അന്ന് പോലീസ് വരന്തപ്പള്ളി പോലീസ് അടക്കമുണ്ടായിരുന്നു. അവരോട് കൊടുത്ത വാക്ക് ഈ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച അവരുടെ പേയ്മെൻറ്റിൽ നല്ലൊരു ശതമാനം അതൊക്കെ കൊടുത്തു തീർക്കാമെന്നും കമ്പനിയുടെ കുറേ പ്രയാസങ്ങൾ അവർ പറയുകയുണ്ടായി. ക്രോപ്പ് കുറവാണ് അല്ലെങ്കിൽ മറ്റുള്ളത്. പക്ഷേ കമ്പനിയുടെ സാങ്കേതിക വിഷയങ്ങളതൊക്കെ തന്നെ പറയുമ്പോഴും നാളെ പെരുന്നാളാണ്, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളാണ്. അത് കഴിഞ്ഞ വിഷു കടന്നു വരുന്നു. അതിൻ്റെ തൊട്ട് മുമ്പ് ഈസ്റ്റർ കഴിഞ്ഞു പോയി. ഈ ആഘോഷങ്ങളൊക്കെ തന്നെയും സ്വന്തം കുടുംബമായി അല്ലെങ്കിൽ ഏറ്റവും പ്രതീക്ഷയോട് നിൽക്കുന്ന അവരുടെ മക്കളുമായി അത് ആഘോഷിക്കാൻ പോലും അവർക്ക് അവസരം ലഭിക്കാത്ത, അല്ലെങ്കിൽ ഇവിടെ ഉള്ള പലചരക്കടയിൽ തന്നെ തന്നെയും എത്രയോ 10,000, 10,000, 30,000 വരെ കൊടുക്കാനുള്ള ആളുകളുണ്ട്. അവർക്ക് ഒക്കെ തന്നെയും അവരുടെ അല്ലെങ്കിൽ ഇനി വീണ്ടും അവർക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അത്രയും പ്രതിസന്ധിയിൽ കഴിയുന്ന കുടുംബങ്ങളാണ്. നാളത്തെ പെരുന്നാളടക്കമുള്ള വരുന്ന വിഷു അടക്കമുള്ള അവരുടെ ആഘോഷങ്ങൾ അതെങ്ങനെ അവരുടെ മക്കൾക്ക് മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയൊരു വിഷമസന്ധിയാണ്. ഇന്നും ഞങ്ങൾ വരുമ്പോൾ കേവലം 1,65,000 രൂപ പോലും ഉണ്ട് ചില ആളുകൾക്ക് കിട്ടാൻ എന്നുള്ളതാണ്. അത് കിട്ടാനുള്ള ആളുകൾക്കാണ് കേവലം 10,000 രൂപ അതിൻ്റെ ഒരു ആദ്യ ഗഡു എന്നുള്ള രീതിയിൽ കമ്പനി കൊടുത്തിട്ടുള്ളത് 3 ആഴ്ചത്തെ. അതിൽ ചില ആളുകൾക്ക് കേവലം 2,000 രൂപയാണ്. ഈ 2,000 രൂപയൊക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് അവർ ഈ പെരുന്നാൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്സവമാണോ അവർ ആഘോഷിക്കേണ്ടത്, അതോ അവരുടെ കൊടുത്തു തീർക്കാനുള്ള അവരുടെ മറ്റുള്ള കടബാധ്യതയിലേക്ക് തീർക്കുകയാണോ വേണ്ടത്? അങ്ങനെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരുപാട് 50ലധികം വരുന്ന ആളുകളാണ് ഇവിടെ 15 ദിവസത്തോളമായി ഇവിടെ സമരം ചെയ്യുന്നത്. ഇന്നും കമ്പനിയുടെ മാനേജ്മെൻറ്റുമായി നമ്മൾ സമീപിച്ചപ്പോഴും ഒരു കൃത്യമായ ഒരു ഉറപ്പ് അവർ ഈ സമയത്തും നമുക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അത്രയും പെട്ടെന്ന് പരിഹരിക്കാം, പരമാവധി തുക കൊടുക്കാം എന്ന് പറയുന്നതല്ലാതെ അതും വെള്ളിയാഴ്ചയാണ് ഇപ്പോൾ അവസാനമായി പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോഴും നമുക്കറിയാം ഈ ഒരു കൃത്യമായ രീതിയിലുള്ള ഈ തൊഴിലാളികളെ അല്ലെങ്കിൽ ഇവരെ വിശ്വസിച്ച് ഇവിടെ ജോലിക്ക് വന്ന അല്ലെങ്കിൽ ആനയെ അടക്കമുള്ള വന്യമൃഗങ്ങളുടെയൊക്കെ തന്നെയും അതിനെയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് അത് പ്രതിസന്ധിയൊക്കെ അത്രയും ഭീഷണി നിലനിൽക്കുന്ന സമയത്ത് പോലും സ്വന്തം കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഇവിടെ വന്ന അവരുടെ കുടുംബം പോറ്റുവാൻ വേണ്ടി വന്ന ആളുകളുടെ മുമ്പിലാണ് കമ്പനി ഈ രീതിയിൽ കൈമലർത്തുന്നത്. ഏറ്റവും വലിയ നിരുത്തരവാദപരമായ ഒരു സമീപനമാണ്, ഒരു തൊഴിലാളി സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ് ഇന്ന് കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ മുഴുവൻ തുകയും എത്രയും പെട്ടെന്ന് തന്നെ നൽകണമെന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവശ്യപ്പെടാനുള്ളത്. പാവപ്പെട്ട ഒരു ജനവിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തി നിൽക്കുന്ന ആളുകളുടെ ഈ വിഷയത്തിൽ ശക്തമായൊരു തീരുമാനം കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉടനടി ഉണ്ടായിട്ടില്ല എങ്കിൽ ജനകീയ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം നൽകുമെന്നുള്ളതും ഇതിനാൽ അറിയിച്ചു കൊള്ളുകയാണ്. നിങ്ങൾക്കറിയാമോ, നമ്മൾ ചില വർക്കുകൾ തുടർച്ചയായിട്ട് ചില വർക്കുകൾ ചില ആൾക്കാർ വർക്കില്ല, ഒരു ഗ്യാപ്പ് വിടുകയും ആ തുടർച്ചയായിട്ട് വരുന്ന ആൾക്കാർക്ക് നല്ല രീതിക്ക് പൈസ കിട്ടുമായിരിക്കും. നമുക്ക് പിന്നെ ആ ആഴ്ചയുടെ പൈസ നമുക്ക് കൊടുക്കാൻ പറ്റും. സെപ്പറേറ്റ് ഓരോരുത്തരെ എടുത്തിട്ട് നമുക്ക് പൈസ കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഒക്ടോബറുടെ പൈസ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ ആഴ്ചയുടെ ഇപ്പോൾ 2 ആഴ്ചയുടെ ആണെങ്കിൽ ആ 2 ആഴ്ചയുടെ പൈസ ഉള്ള മൊത്തം നമ്മൾ കൊടുക്കും. പക്ഷേ നമ്മൾ ഓരോ ആളിന് സെപ്പറേറ്റ് എടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റാത്ത സിസ്റ്റം അല്ല. അതാണ് ആ പ്രശ്നം. ആ ഒരു 2 ആഴ്ചയിൽ പിന്നെ വരുന്ന ആൾക്കാർ ഫുള്ള് നമുക്ക് കിട്ടും. അടുത്ത നവംബറിൽ ഫസ്റ്റ് ആഴ്ചയിൽ ആരൊക്കെ വന്നിട്ടുണ്ടോ അവർക്ക് ഫുള്ളും കിട്ടും. അതാണ് നമ്മുടെ അവസാനിക്കുമ്പോൾ എത്ര ആൾക്ക് എത്ര വർക്ക് ഉണ്ട് നോക്കിയിട്ടല്ല, അല്ല എത്ര ആൾക്കാർക്ക് എത്ര വർക്ക് ഉണ്ട് നോക്കിയിട്ടാണ്. ഇപ്പോൾ 1 to 7 വരെ ചെയ്തു, 10 പേര് ചെയ്തു. 1 to 7 വരെ 10 പേര് ചെയ്തു. അതിൽ 20 പേർ പണിയെടുക്കുന്നതായിരിക്കും. പക്ഷെ അവർ 1 to 7 ഒരാൾ 6-ാം തീയതി വന്ന് കാണത്തില്ലായിരിക്കും, 4-ാം തീയതി വന്ന് കാണത്തില്ലായിരിക്കും, 3-ാം തീയതി വന്ന് കാണത്തില്ല. അവരുടെ പണി 2 ആയിരിക്കും, അവരുടെ പണി 3 ആയിരിക്കും, ബാക്കിയുള്ള ആൾക്കാർക്ക് 7 ആയിരിക്കും.
അപ്പോൾ 7 ദിവസം പണിയുള്ള ആൾക്കാർക്ക് 7 ദിവസത്തെ പൈസ കിട്ടും, 3 ദിവസത്തിന് പണിയുള്ള ആൾക്കാർക്ക് 3 ദിവസം പൈസ കിട്ടും. അങ്ങനെയാണ്. അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. പക്ഷേ സെപ്പറേറ്റ് ഒന്നും എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ നമുക്കില്ല. അതൊരു സിസ്റ്റം ഇല്ല ശരിക്കും പറഞ്ഞാൽ. അതിപ്പോൾ എല്ലാ ഇതിലും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും നമ്മളിപ്പോൾ ശ്രമിക്കുന്നത് ഞാൻ നമ്മൾ പറഞ്ഞ സെയിം സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് പ്രശ്നമായിട്ട് നിൽക്കുന്നത്. നമുക്ക് ക്രോപ്പ് എന്ന് പറഞ്ഞ സംഭവം ഇപ്പോൾ ഇല്ല. ലാസ്റ്റ് ഇയർ നിങ്ങൾ ഈ പ്രശ്നം ഇതുപോലെ ഇങ്ങനെ വന്നിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. ഒരു പ്രശ്നം ഇതുപോലെ ആൾക്കാർക്ക് വന്നിട്ടില്ല. കാരണം ലാസ്റ്റ് ഇയർ നമുക്ക് അത്രയ്ക്കും ക്രോപ്പ് ഉണ്ടായിരുന്നു, നമുക്ക് പ്ലസ് ആയിരുന്നു. അപ്പോൾ അന്ന് ഈ മാർച്ച് മാസം നമ്മൾ ഫുള്ളും കൊടുത്ത് തീർത്തു. നമുക്ക് ഒരു പെൻഡിങ്ങോ ഒരു പ്രശ്നമോ ഇല്ലാതെ തീർത്തു. അന്നും പെൻഡിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതായത് അന്ന് ഈ താമസിച്ച് കൊടുക്കുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും ആൾക്കാരുടെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ്. കാരണം നമുക്ക് നല്ല ക്രോപ്പ് ഉണ്ടായിരുന്നു. ഈ കൊല്ലം നമ്മുടെ ക്രോപ്പ് മൊത്തം പോയി. അതായത് ഒരു 1,75,000 ക്രോപ്പ് തന്നെ നമുക്ക് പോയി. അതായത് നഷ്ടം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് നഷ്ടമായി. ഇതിപ്പോ നല്ല ക്രോപ്പ് ഉള്ള സീസണിലെ പൈസ നമുക്ക് കൊടുക്കാം. ഇപ്പൊ ലാസ്റ്റ് ആണെങ്കിൽ ക്രോപ്പ് ഇല്ലാണ്ട് വന്നിട്ടില്ല. നമുക്ക് ഈ കൊല്ലം തന്നെ ക്രോപ്പില്ല. നിങ്ങളിപ്പോൾ ഞാൻ എടുത്ത് കാണിക്കാം. ഈ കൊല്ലം നമുക്ക് എത്ര ക്രോപ്പ് കിട്ടി. അതായത് ലാസ്റ്റ് ഇയറിൻ്റെ മഴ നമുക്ക് ഏപ്രിൽ മാസമൊക്കെ ലാസ്റ്റ് ഇയറിനൊക്കെ ഏപ്രിൽ മേയിലൊക്കെ നല്ല ക്രോപ്പ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് അതായത് 2022 പറയുന്നത്. 2022 അന്ന് നമുക്ക് നല്ല മഴ കിട്ടി. ജൂൺ ജൂലൈ തൊട്ട് നല്ല ക്രോപ്പ് കിട്ടാൻ. ഈ കൊല്ലം സെയിം നിങ്ങൾ തന്നെ അറിയാം. ഈ സെയിം മാർച്ച് ഏപ്രിൽ മെയിൽ ഒരു മഴയില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 5-6 സെന്റിമീറ്റർ കിട്ടിയിട്ടുണ്ട്. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ? അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 80 90 39 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.